പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികളുടെ എൻവയോൺമെന്റ് സ്റ്റഡീസ് എന്ന പേപ്പറിന്റെ 2019 നടന്ന പൊതു പരീക്ഷയുടെ സോൾവ്ഡ് ഡിസ്കഷൻ ആണ് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്കഷന്റെ പാർട്ട് 1-ൽ ഇന്ന് 21 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്കഷനിൽ പ്രധാനമായും 1 മാർക്കിന്റെ ചോദ്യങ്ങളും 2 മാർക്കിന്റെ ചോദ്യങ്ങളുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ 2019 നടന്ന എൻവയോൺമെന്റ് സ്റ്റഡീസിന്റെ ചോദ്യമാണ് ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഡിസ്കഷനിൽ 21 ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 1 മാർക്കിന്റെ ചോദ്യങ്ങളും 2 മാർക്കിന്റെ ചോദ്യങ്ങളും 4 മാർക്കിന്റെ ഒരു ചോദ്യവുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഫോട്ടോ കെമിക്കൽ സ്മോഗ്, 1 മാർക്കിന്റെ ചോദ്യം. നമുക്ക് ആദ്യം സ്മോഗ് എന്താണെന്ന് നോക്കാം. സ്മോഗ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ്. സ്മോക്കും ഫോഗും കൂടെ കമ്പൈൻ ചെയ്താണ് സ്മോഗ് എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്. പലപ്പോഴും അന്തരീക്ഷ മലിനീകരണത്തിന്റെ ഒരു വ്യാപ്തിയുടെ ഫലമായി പലപ്പോഴും ഇത്തരം സ്മോഗ് പോലെയുള്ള പ്രതിഭാസങ്ങൾ പലപ്പോഴും വലിയ സിറ്റീസിൽ കാണപ്പെടാറുണ്ട്. ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം പ്രതിഭാസം പലപ്പോഴും കാണാറുണ്ട്. ഇനി നമുക്ക് ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്താണെന്ന് നോക്കാം. ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഈസ് എ ടൈപ്പ് ഓഫ് സ്മോഗ് പ്രൊഡ്യൂസ്ഡ് വെൻ അൾട്രാവയലറ്റ് ലൈറ്റ് ഫ്രം ദ സൺ റിയാക്ട്സ് വിത്ത് നൈട്രജൻ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലെ നൈട്രജന്റെ ഓക്സൈഡും UV ലൈറ്റും തമ്മിൽ റിയാക്ട് ചെയ്യുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന സ്മോഗ് ആണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സമ്മർ സ്മോഗ്. അതിനെ സമ്മർ സ്മോഗ് എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് എ ബ്രൗൺ ഹെയ്സ്. വിസിബിൾ രൂപത്തിൽ കാണുന്ന ഒരു ബ്രൗണിഷ് ആയ ഒരു ഹെയ്സ് ആണ്, ഒരു മൂടൽ മഞ്ഞ് പോലെ അപ്പിയർ ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. നൈട്രജന്റെ ഓക്സൈഡും UV ലൈറ്റും തമ്മിലുള്ള പ്രവർത്തനത്തിന് ഫലമായാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഫോം ചെയ്യുന്നത്. രണ്ടാം ചോദ്യം, സെക്കൻഡറി പ്രൊഡക്ഷൻ, 1 മാർക്കിന്റെ ചോദ്യം. The energy stored at consumer level for the use by next tropical level is called secondary production. ഒരു കൺസ്യൂമർ ലെവലിൽ അടുത്ത ട്രോപ്പിക്കൽ ലെവലിൽ ഉപയോഗിക്കാൻ കഴിയുന്ന എനർജിയാണ് നമ്മൾ പൊതുവെ സെക്കൻഡറി പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് the amount of organic matter stored by a herbivorous or carnivorous is called secondary production. ഒരു ഹെർബിവോറസ് അല്ലെങ്കിൽ കാർണിവോറസ് സ്റ്റോർ ചെയ്യുന്ന ഓർഗാനിക് മാറ്ററിന്റെ എമൗണ്ടിനെയും നമ്മൾ സെക്കൻഡറി പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നു. ദ പ്ലാന്റ് എനർജി ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിംഗ് ഓർഗാനിക് മാറ്റർ ബൈ ഹെർബിവോറസ്. പലപ്പോഴും പ്ലാന്റുകളെ ആശ്രയിക്കുന്ന ഓർഗാനിസത്തെ നമ്മൾ ഹെർബിവോറസ് എന്ന് വിളിക്കുന്നു. ഹെർബിവോറസ് പൊതുവെ പ്ലാന്റ് എനർജിയാണ് അവരുടെ ഓർഗാനിക് മാറ്ററിന്റെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, വാല്യൂ എഡ്യൂക്കേഷൻ, 1 മാർക്കിന്റെ ചോദ്യം. വാല്യൂ എഡ്യൂക്കേഷൻ ഈസ് ആൻ എഡ്യൂക്കേഷൻ വിച്ച് ഗീവ് എംഫസിസ് ഓൺ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ്. വ്യക്തികളുടെ ഇൻഡിവിജ്വൽസിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രാധാന്യം കൊടുക്കുന്ന വിദ്യാഭ്യാസത്തെയാണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് വിളിക്കുന്നത്. മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന എഡ്യൂക്കേഷൻ. ഇറ്റ് ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു മോറൽ വാല്യൂ, ടോളറൻസ്, ഫ്രീഡം, സിംപ്ലിസിറ്റി, റെസ്പെക്ട് പോലെയുള്ള മോറൽ വാല്യൂസിന് പ്രാധാന്യം കൊടുക്കുന്ന, മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന എഡ്യൂക്കേഷനെയാണ് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി വാല്യൂ എഡ്യൂക്കേഷന്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പർപ്പസ് നോക്കിയാൽ, ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബ്രദർഹുഡ്. പരസ്പരം സ്നേഹിക്കുന്ന പോലെയുള്ള മോറൽ വാല്യൂസിന്റെ പലപ്പോഴും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഡെവലപ്പ് ഗുഡ് മാനേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, നല്ല ശീലങ്ങളും റെസ്പോൺസിബിലിറ്റിയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പ്രൊമോട്ട്സ് എ ഡെമോക്രാറ്റിക് വേ ഓഫ് തിങ്കിങ് ആൻഡ് ലിവിങ്. ഡെമോക്രാറ്റിക് രീതിയിൽ തിങ്കിങ്ങിനും അതുപോലെ തന്നെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു കഴിവ് ഡെവലപ്പ് ചെയ്യുന്നു. ഹെൽപ്സ് ടു മേക്ക് സൗണ്ട് ഡിസിഷൻ. മോറൽ പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഹെൽപ്സ് ടു ഡെവലപ്പ്
ടോളറൻസ് ആൻഡ് ഫെയ്ത്ത്. ടോളറൻസും ഫെയ്ത്തും പോലെയുള്ള മോറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഹെൽപ്സ് ടു ഡെവലപ്പ് പാട്രിയോട്ടിക് സ്പിരിറ്റ്, രാജ്യസ്നേഹം വളർത്താൻ ഹെൽപ്പ് ചെയ്യുന്നു. ഹെൽപ്സ് ടു ഡെവലപ്പ് പേഴ്സണാലിറ്റി, നല്ല വ്യക്തിത്വം വികസനത്തിന് വേണ്ടിയും ഇത്തരം വാല്യൂ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ മോറൽ വാല്യൂസിന് പ്രാധാന്യം കൊടുക്കുന്ന വിദ്യാഭ്യാസത്തെയാണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും സ്കൂളുകളിലും കോളേജുകളിലും പലപ്പോഴും വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ് പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രാധാന്യം കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ആണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വാല്യൂ എഡ്യൂക്കേഷൻ. 4ാം ചോദ്യം, ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ, 1 മാർക്കിന്റെ ചോദ്യം. ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ is a document which contain comprehensive information on locally available bioresources. ഒരു ലോക്കൽ ഏരിയ, ഒരു വില്ലേജ് അല്ലെങ്കിൽ സിറ്റി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കാണപ്പെടുന്ന ബയോ റിസോഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ അല്ലെങ്കിൽ പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ എന്ന് വിളിക്കുന്ന ഡോക്യുമെന്റ്. പലപ്പോഴും ലോക്കലായി ലഭ്യമായ ബയോ റിസോഴ്സിനെ കുറിച്ച് ഇൻഫർമേഷൻ ഇത്തരം രജിസ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. 5ാം ചോദ്യം, ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ, 1 മാർക്കിന്റെ ചോദ്യം. Detritus food chain is a type of food chain that starts with the dead organic matter. Dead organic matter തുടങ്ങുന്ന ഫുഡ് ചെയിൻ. നമുക്കറിയാം ഫുഡ് ചെയിൻ ഷോസ് ദ ഫ്ലോ ഓഫ് എനർജി ഇൻ ആൻ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിലെ എനർജി ഫ്ലോയാണ് ഫുഡ് ചെയിൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഡെഡ് ഓർഗാനിക് മാറ്ററിൽ തുടങ്ങുന്ന ഫുഡ് ചെയിൻ ആണ് ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. പലപ്പോഴും ന്യൂട്രിയൻസിന്റെ സൈക്കിൾ ചെയ്യുന്നത് ഇത്തരം മൈക്രോ ഓർഗാനിസം ആണ്. ഇത്തരം മൈക്രോ ഓർഗാനിസത്തെ നമ്മൾ ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ ഡെട്രീറ്റിവോറസ് എന്ന് വിളിക്കുന്നു. ഓർഗാനിക് മാറ്ററിനെ ഫീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡെഡ് ഓർഗാനിക് മാറ്ററിനെ ഫീഡ് ചെയ്യുന്ന ഓർഗാനിസത്തെയാണ് ഡീകമ്പോസേഴ്സ് എന്ന് വിളിക്കുന്നത്. ഡീകമ്പോസേഴ്സിൽ തുടങ്ങുന്ന ഫുഡ് ചെയിൻ ആണ് ഡെട്രീറ്റി ഫുഡ് ചെയിൻ എന്ന് വിളിക്കുന്നു. ഇനി 6ാം ചോദ്യം, ഇൻസിനറേഷൻ, 1 മാർക്കിന്റെ ചോദ്യം. ദ ബേണിംഗ് ഓഫ് സോളിഡ് വേസ്റ്റ് ഈസ് കോൾഡ് ഇൻസിനറേഷൻ. ഖരമാലിന്യങ്ങൾ കത്തിക്കുന്ന പ്രക്രിയയാണ് ഇൻസിനറേഷൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് തെർമൽ ട്രീറ്റ്മെന്റ്. തെർമൽ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നു. സോളിഡ് വേസ്റ്റിനെ നമ്മൾ ആഷ് അല്ലെങ്കിൽ ഹീറ്റ് രൂപത്തിൽ കൺവേർട്ട് ചെയ്താണ് പലപ്പോഴും ഇത്തരം ഇൻസിനറേഷൻ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇൻസിനറേഷൻ ഈസ് ദ ബേണിംഗ് ഓഫ് സോളിഡ് വേസ്റ്റ്. ഹൈ ടെമ്പറേച്ചറിൽ സോളിഡ് വേസ്റ്റുകളെ ട്രീറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് ഇൻസിനറേഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് തെർമൽ ട്രീറ്റ്മെന്റ്. 7ാം ചോദ്യം, അഡാപ്റ്റിക് ഫാക്ടർ, 1 മാർക്കിന്റെ ചോദ്യം. The adaptive factors are soil properties that affect the diversity of organisms living in the soil. മണ്ണിൽ കാണപ്പെടുന്ന സൂക്ഷ്മജീവികളെ ബാധിക്കുന്ന ഘടകങ്ങളെ പൊതുവെ അഡാപ്റ്റിക് ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. ഇറ്റ് ഇൻക്ലൂഡ് ടെമ്പറേച്ചർ, pH വാല്യൂ, സലിനിറ്റി എക്സെട്ര. അതിൽ സോയിലിന്റെ ഘടന, മണ്ണിന്റെ ഘടന, മണ്ണിന്റെ pH മൂല്യം, സലിനിറ്റി പോലെയുള്ള ഘടകങ്ങൾ ഉൾപ്പെടുന്നു. അങ്ങനെ സോയിലിനകത്ത് കാണപ്പെടുന്ന സൂക്ഷ്മജീവികളുടെ വളർച്ചയെ ബാധിക്കുന്ന ഘടകങ്ങളെ പൊതുവെ അഡാപ്റ്റിക് ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. 8ാം ചോദ്യം, ഗാമ ഡൈവേഴ്സിറ്റി, 1 മാർക്കിന്റെ ചോദ്യം. ഗാമ ഡൈവേഴ്സിറ്റി ഈസ് ദ ടോട്ടൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ എ ലാൻഡ്സ്കേപ്പ്. ഒരു ലാൻഡ്സ്കേപ്പിൽ കാണപ്പെടുന്ന ടോട്ടൽ ഡൈവേഴ്സിറ്റി ആണ് ഗാമ ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്. 9ാം ചോദ്യം, എപ്പിലിംനിയോൺ, 1 മാർക്കിന്റെ ചോദ്യം. ദ സർഫസ് ലെയർ ഓഫ് എ ലേക്ക് ഈസ് കോൾഡ് എപ്പിലിംനിയോൺ. ഒരു ലേക്കിന്റെ ടോപ്പ് മോസ്റ്റ് ലെയർ, സർഫസ് ലെയറിനെയാണ് എപ്പിലിംനിയോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലെയർ ഓഫ് വാട്ടർ ദാറ്റ് ഇന്ററാക്ട്സ് വിത്ത് വിൻഡ് ആൻഡ് സൺലൈറ്റ്. സൂര്യപ്രകാശവും വായുവുമായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ലെയറാണ് എപ്പിലിംനിയോൺ. കൂടുതൽ ഡിസോൾവ് ഓക്സിജൻ കാണപ്പെടുന്ന ലേക്കിന്റെ ലെയറിനെയും എപ്പിലിംനിയോൺ എന്ന് വിളിക്കുന്നു. 10ാം ചോദ്യം, എൻഡിമിസം, 1 മാർക്കിന്റെ ചോദ്യം. എൻഡിമിസം ഇസ് എ സ്റ്റേറ്റ് ഓഫ് ബീങ് നേറ്റീവ് ടു എ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. ഒരു കൺട്രിയിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ കാണപ്പെടുന്ന സ്പീഷീസിനെയാണ് പൊതുവെ എൻഡിമിസം എന്ന് വിളിക്കുന്നത്. സോ എൻഡിമിസം ഇസ് എ സ്റ്റേറ്റ് ഓഫ് ബീങ് നേറ്റീവ് ടു എ
single defined geographical location such as island, state, nation, country, etc. ഒരു സോണിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് കാണപ്പെടുന്ന നേറ്റീവ് സ്പീഷീസുകളെ, അത്തരം സ്പീഷീസിനെയാണ് നമ്മൾ എൻഡിമിസം എന്ന് പറയുന്നത്. പലപ്പോഴും ബയോഡൈവേഴ്സിറ്റിയുടെ ഭാഗമായാണ് ഈ ഒരു ടേം പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഇനി 12ാമത്തെ ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി ടു ഫോറസ്റ്റ് ടൈപ്സ് ഓഫ് കേരള. 2 മാർക്കിന്റെ ചോദ്യം. കേരളത്തിൽ കാണപ്പെടുന്ന ഏതെങ്കിലും 2 വ്യത്യസ്തമായ വനം ഏതൊക്കെയാണ് എന്നാണ് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ പലപ്പോഴും 17 ടൈപ്പ് ഓഫ് വനങ്ങളാണ് പലപ്പോഴും നമ്മൾ കാണുന്ന വ്യത്യസ്തമായ വന പ്രദേശങ്ങൾ കേരളത്തിൽ കാണപ്പെടുന്നു. There are a total of 17 forest types found in Kerala. കേരളത്തിൽ 54% വന വിസ്തൃതിയാണ് ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഫോറസ്റ്റുകൾ നോക്കിയാൽ ഷോള ഫോറസ്റ്റ് ഉൾപ്പെടുന്നു, റോളിംഗ് ഗ്രാസ്ലാൻഡുകൾ ഉൾപ്പെടുന്നു, ട്രോപ്പിക് ഫോറസ്റ്റുകൾ ഉൾപ്പെടുന്നു, എവർഗ്രീൻ ഫോറസ്റ്റുകൾ ഉൾപ്പെടുന്നു. അങ്ങനെ കേരളത്തിൽ 17 തരം വനങ്ങളാണ് ഇന്ന് നിലനിൽക്കുന്നത്. പലപ്പോഴും വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ് ഇത്തരം വനങ്ങളിൽ കാണപ്പെടുന്നത്. പലപ്പോഴും വ്യത്യസ്തമായ റിസോഴ്സുകൾ വനങ്ങൾ നൽകുന്നു. ഇനി 12ാമത്തെ ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. 2 മാർക്കിന്റെ ചോദ്യം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ് ചോദ്യം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് എ വേ ഓഫ് യൂസിങ് റിസോഴ്സസ് വിത്തൗട്ട് കോസിംഗ് ഡാമേജ് ടു എൻവയോൺമെന്റ്. എൻവയോൺമെന്റിനെ കൂടുതൽ ബാധിക്കാത്ത രീതിയിൽ നടക്കുന്ന ഡെവലപ്മെന്റ് അല്ലെങ്കിൽ റിസോഴ്സുകളുടെ യൂട്ടിലൈസേഷനാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. പലപ്പോഴും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വ്യത്യസ്തമായ ഗോളുകളുണ്ട്. ടു പ്രൊവൈഡ് ഡെവലപ്മെന്റ് ദാറ്റ് അഫക്ട്സ് ഹാസ് എ ലിറ്റിൽ എഫക്ട് ഓൺ എൻവയോൺമെന്റ്. എൻവയോൺമെന്റിനെ കൂടുതൽ ബാധിക്കാത്ത രീതിയിലുള്ള ഡെവലപ്മെന്റ് നൽകുന്നു. To meet the need of existing generation without compromising the quality of future generation. ഭാവി തലമുറയെ ബാധിക്കാത്ത രീതിയിൽ ഡെവലപ്മെന്റ് നടത്തുക എന്നൊക്കെയാണ് ഇത്തരം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് എ വേ ഓഫ് യൂസിംഗ് റിസോഴ്സസ് വിത്തൗട്ട് റണ്ണിംഗ് ഓഫ് ദ റിസോഴ്സസ്. റിസോഴ്സുകൾ കാര്യമായി നശിക്കാത്ത രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. 13ാമത്തെ ചോദ്യം, ഇന്ത്യ ഈസ് എ മെഗാ ഡൈവേഴ്സിറ്റി നേഷൻ എക്സ്പ്ലെയിൻ. 2 മാർക്കിന്റെ ചോദ്യം. വളരെ ക്രിട്ടിക്കലായ അല്ലെങ്കിൽ വളരെ ക്രൂഷ്യലായ ഒരു ചോദ്യമാണ് മെഗാ ഡൈവേഴ്സിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും ഇന്ത്യയിൽ വ്യത്യസ്തമായ മെഗാ ഡൈവേഴ്സിറ്റി ഉണ്ട്, വ്യത്യസ്തമായ ബയോഡൈവേഴ്സിറ്റികൾ എക്സിസ്റ്റ് ചെയ്യുന്നു. So mega diversity refers to the diversity in various life forms. വ്യത്യസ്തമായ ലൈഫ് ഫോമിൽ കാണുന്ന ഡൈവേഴ്സിറ്റിയാണ് മെഗാ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യ ഈസ് എ മെഗാ ഡൈവേഴ്സിറ്റി കൺട്രി. ഇന്ത്യ ഒരു മെഗാ ഡൈവേഴ്സിറ്റി നേഷനാണ്. ഇന്ത്യയിൽ പൊതുവെ 4 വ്യത്യസ്തമായ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. അതിൽ ഹിമാലയാസ് ഉൾപ്പെടുന്നു, വെസ്റ്റേൺ ഗാർഡ്സുകൾ ഉൾപ്പെടുന്നു, ഇൻഡോ ബർമ റീജിയൻ ഉൾപ്പെടുന്നു, സുണ്ട ലാൻഡ് ഉൾപ്പെടുന്ന ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ ഒരു ബയോഡൈവേഴ്സിറ്റിയുടെ സ്ഥാനം എന്ന് പറയുന്നത് 13ാമത്തെ സ്ഥാനമാണ്. Among the biodiversity countries of the world, India holds 13 places. 13ാം സ്ഥാനമുണ്ട്. India is listed in the 14 nations of world with the highest plant and flowering and plant diversity. വളരെ ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളെ നമ്മൾ മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ് എന്ന് വിളിക്കുന്നു. 14ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ സാനിറ്ററി ലാൻഡ്ഫിൽ. 2 മാർക്കിന്റെ ചോദ്യം. സാനിറ്ററി ലാൻഡ്ഫിൽ ഈസ് എ മെത്തേഡ് ഓഫ് ഡിസ്പോസിംഗ് വേസ്റ്റ്. വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു മെത്തേഡാണ് സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറയുന്നത്. പലപ്പോഴും കുഴികൾ ഉപയോഗിച്ച് ഇത്തരം സോളിഡ് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്ന പ്രക്രിയയാണ് സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറയുന്നത്. The main purpose of sanitary landfill is to ensure waste is safe by reducing the harm from accumulating waste. വേസ്റ്റുകളുടെ അക്യുമുലേഷന് ഫലമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് മെത്തേഡാണ് സാനിറ്ററി ലാൻഡ്ഫിൽ അല്ലെങ്കിൽ ലാൻഡ്ഫിൽ എന്ന് വിളിക്കുന്നത്.
ലാൻഡ് ഫിൽ ഈസ് an area which is used for depositing waste. വേസ്റ്റുകൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏരിയയാണ് ലാൻഡ് ഫിൽ എന്ന് വിളിക്കുന്നത്. ഇനി 15ാമത്തെ ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ പിരമിഡ് ഓഫ് എനർജി. 2 മാർക്കിന്റെ ചോദ്യം. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ് പിരമിഡ് ഓഫ് എനർജി അല്ലെങ്കിൽ എക്കോളജിക്കൽ പിരമിഡ്. The pyramid of energy shows the flow of energy in an ecosystem. ഒരു ആവാസ വ്യവസ്ഥയിൽ എനർജി ഫ്ലോയെ റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രമാണ് പിരമിഡ് ഓഫ് എനർജി എന്ന് വിളിക്കുന്നത്. പിരമിഡ് ഓഫ് എനർജി ഈസ് ഇൻ ആൻ അപ്രൈറ്റ് ഫോം. ഒരു അപ്രൈറ്റ് ഫോമിലുള്ള ഒരു പിരമിഡാണ് പിരമിഡ് ഓഫ് എനർജി. പലപ്പോഴും ഏറ്റവും ലോവർ എൻഡിൽ പ്രൊഡ്യൂസേഴ്സ് ഉൾപ്പെടുന്നു, പ്രൈമറി കൺസ്യൂമേഴ്സ് അതിന്റെ ടോപ്പിൽ വരുന്നു, പിന്നീട് സെക്കൻഡറി കൺസ്യൂമേഴ്സ്, പിന്നീട് ടെർഷറി കൺസ്യൂമേഴ്സ്. ആ രൂപത്തിലാണ് ഈ ഒരു പിരമിഡ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു ആവാസ വ്യവസ്ഥയിൽ നടക്കുന്ന എനർജി ഫ്ലോയെയാണ് പലപ്പോഴും പിരമിഡ് ഓഫ് എനർജി റെപ്രസെന്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് ഇൻ ആൻ അപ്രൈറ്റ് ഫോം. ഒരു അപ്രൈറ്റ് ഫോമിലുള്ള ഒരു ഡയഗ്രമാണ്. ഒരു യൂണി ഡയറക്ഷണൽ രൂപത്തിലാണ് ഈ ഒരു എനർജി ഫ്ലോ നടക്കുന്നത്. ഇനി 16ാമത്തെ ചോദ്യം, ഡിഫൈൻ എക്കോളജിക്കൽ സക്സഷൻ വിത്ത് ആൻ എക്സാമ്പിൾ. 2 മാർക്കിന്റെ ചോദ്യം. An ecological succession is a gradual change by which an ecosystem changes and develops. ഒരു ആവാസ വ്യവസ്ഥയിൽ പലതരം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആവാസ വ്യവസ്ഥ മാറുന്നു, ആവാസ വ്യവസ്ഥയിൽ പലപ്പോഴും ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. അത്തരം മാറ്റത്തെയാണ് നമ്മൾ സക്സഷൻ എന്ന് പറയുന്നത്. സക്സഷൻ നമ്മൾ 2 രൂപത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, പ്രൈമറി സക്സഷൻ ആൻഡ് സെക്കൻഡറി സക്സഷൻ. പലപ്പോഴും ഫോറസ്റ്റിൽ ഫയർ ഉണ്ടാകുന്നു, ഫയറിന്റെ ഫലമായി പലപ്പോഴും ട്രീസും അനിമൽസും നശിച്ചു പോകുന്നു. എന്നാൽ കുറെ കഴിയുമ്പോൾ പുതിയ ട്രീസ് ഡെവലപ്പ് ചെയ്യുന്നു. അത്തരം പ്രക്രിയയാണ് നമ്മൾ സക്സഷന്റെ ഒരു ഉദാഹരണമായി നമുക്ക് പറയാൻ കഴിയുന്നത്. സക്സഷൻ ഈസ് എ ഗ്രാജുവൽ ചേഞ്ച് ബൈ വിച്ച് an ecosystem changes and develops. പലപ്പോഴും സ്പീഷീസ് ഇല്ലാത്ത ഏരിയയിൽ പുതിയ സ്പീഷീസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രക്രിയ ഒരു സക്സഷൻ എക്സാമ്പിൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു. 2 രൂപത്തിൽ എക്കോളജിക്കൽ സക്സഷൻ ഉണ്ട്, പ്രൈമറി സക്സഷൻ ആൻഡ് സെക്കൻഡറി സക്സഷൻ. പലപ്പോഴും ഹ്യൂമൻ ആക്ടിവിറ്റി മൂലം പലപ്പോഴും എക്കോസിസ്റ്റത്തിൽ ചേഞ്ചുകൾ ഉണ്ടാകാറുണ്ട്. അത്തരം ചേഞ്ചുകളെ നമുക്ക് സക്സഷൻ എന്ന് വിളിക്കാൻ കഴിയുന്നു. 17ാമത്തെ ചോദ്യം, ആഡ് എ നോട്ട് ഓൺ മിനറൽ റിസോഴ്സസ് ഓഫ് കേരള. 2 മാർക്കിന്റെ ചോദ്യം. കേരളത്തിൽ പൊതുവെ കാണുന്ന മിനറൽ റിസോഴ്സുകൾ എന്താണ്? മിനറൽ മീൻസ് ഇറ്റ് ഈസ് എ നാച്ചുറൽ കോമ്പൗണ്ട് ഫ്രം വിച്ച് എ മെറ്റൽ ഈസ് എക്സ്ട്രാക്റ്റഡ്. ഒരു ലോകം എക്സ്ട്രാക്ട് ചെയ്യുന്ന നാച്ചുറലായി കാണപ്പെടുന്ന കോമ്പൗണ്ടുകളെ പൊതുവെ മിനറൽസ് എന്ന് വിളിക്കുന്നു. കേരളത്തിൽ വ്യത്യസ്തമായ മിനറൽ റിസോഴ്സുകൾ ഇന്ന് കാണപ്പെടുന്നു. അതിൽ ബോക്സൈറ്റ് ഉൾപ്പെടുന്നു, ചൈന ക്ലേ ഉൾപ്പെടുന്നു, മോണോസൈറ്റ്, ഇലിമിനേറ്റ് പോലെയുള്ള റേഡിയോ ആക്റ്റീവ് മിനറൽസ് ഉൾപ്പെടുന്നു. അങ്ങനെ വ്യത്യസ്തമായ മിനറൽ റിസോഴ്സുകൾ ഇന്ന് കേരളത്തിൽ കാണപ്പെടുന്നു. മിനറൽസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രക്രിയയാണ് മൈനിങ് എന്ന് പറയുന്നത്. പലപ്പോഴും മൈനിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റി പലപ്പോഴും ലാൻഡിന്റെ ക്വാളിറ്റിയെ ഡീഗ്രേഡ് ചെയ്യുന്നു, ലാൻഡ് ഡീഗ്രഡേഷന് കോസ് ചെയ്യുന്നു. പലപ്പോഴും വ്യത്യസ്തമായ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഇത്തരം മിനറൽ റിസോഴ്സുകളുടെ എക്സ്ട്രാക്ഷൻ കോസ് ചെയ്യുന്നു. ഇനി 18ാം ചോദ്യം, എക്സ്പ്ലെയിൻ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. 2 മാർക്കിന്റെ ചോദ്യം. Ecosystem diversity refers to the variation in ecosystem within a geographical location. ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ കാണപ്പെടുന്ന വ്യത്യസ്തമായ ഡൈവേഴ്സിറ്റിയാണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്. എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ഈസ് എ ടൈപ്പ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. നമ്മൾ ജൈവ വൈവിധ്യം പഠിച്ചു, അതിനകത്ത് ഉൾപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഡൈവേഴ്സിറ്റി ആണ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ഫോക്കസ് ഓൺ ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് എക്കോസിസ്റ്റം. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിനെയും അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനെയും ഫോക്കസ് ചെയ്യുന്ന ഡൈവേഴ്സിറ്റി, അതായത് ലാൻഡിൽ കാണപ്പെടുന്ന ഡൈവേഴ്സിറ്റിയെ ടെറസ്ട്രിയൽ എന്നും ജലത്തിൽ കാണപ്പെടുന്ന എക്കോസിസ്റ്റത്തെയാണ് നമ്മൾ അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് വിളിക്കുന്നത്. സോ ecosystem diversity focuses on terrestrial and aquatic ecosystem. 2 വ്യത്യസ്തമായ ആവാസ വ്യവസ്ഥയിൽ ഫോക്കസ് ചെയ്യുന്ന എക്കോസിസ്റ്റത്തെയാണ് നമ്മൾ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്. സോ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ഫോക്കസസ് ഓൺ അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റംസ്. ഇനി 19ാമത്തെ ചോദ്യം, ലിസ്റ്റ് ഔട്ട് എനി 2 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഓഫ് ഇന്ത്യ. 2 മാർക്കിന്റെ ചോദ്യം.
ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ടുകൾ ഏതാണ്? ബയോഡൈവേഴ്സിറ്റി. നമുക്ക് ആദ്യം ഹോട്ട്സ്പോട്ട് എന്താണെന്ന് നോക്കാം. എ ഹോട്ട്സ്പോട്ട് ഈസ് ആൻ ഏരിയ ദാറ്റ് ഈസ് ഹാവിംഗ് എ റിച്ച് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഈസ് ഫേസിംഗ് ഡിസ്ട്രക്ഷൻ. വളരെയധികം ജൈവ വൈവിധ്യത്തിന് പ്രാധാന്യമുള്ളത് സ്ഥലങ്ങൾ, ഇത്തരം ഡിസ്ട്രക്ഷൻ ഫേസ് ചെയ്യുന്നതുമായ ഏരിയസിനെ നമ്മൾ ഹോട്ട്സ്പോട്ടുകൾ എന്ന് വിളിക്കുന്നു. എ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഈസ് എ ഏരിയ that is having significant importance and is facing threat of destruction. ഡിസ്ട്രക്ഷൻ ഫേസ് ചെയ്യുന്നത് ബയോഡൈവേഴ്സിറ്റി കൂടുതൽ കാണപ്പെടുന്ന ഏരിയ ആണ് ഹോട്ട്സ്പോട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 4 പ്രധാന ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. ഇൻഡോ ബർമ റീജിയൻ, വെസ്റ്റേൺ ഗാട്സ്, ഹിമാലയാസ് ആൻഡ് സുണ്ടാലാൻഡ്. സുണ്ടാലാൻഡിൽ നിക്കോബാർ ഐലൻഡ്സുകളാണ് ഉൾപ്പെടുന്നത്. ഒരു ഏരിയയെ ഹോട്ട്സ്പോട്ട് ആയിട്ട് പരിഗണിക്കണമെങ്കിൽ 2 വ്യത്യസ്തമായ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. ഇറ്റ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 1500 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ 30% ലെസ് ദാൻ ഒറിജിനൽ ഹാബിറ്റാറ്റ്. അങ്ങനെ 2 വ്യത്യസ്തമായ ക്രൈറ്റീരിയ ഫേസ് ചെയ്യുന്ന റീജിയൻസിനെ മാത്രമേ നമ്മൾ ഹോട്ട്സ്പോട്ടുകൾ എന്ന് വിളിക്കുന്നു. പലപ്പോഴും ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന സംഘടനയാണ് പലപ്പോഴും ഇത്തരം ഹോട്ട്സ്പോട്ടുകൾ നിശ്ചയിക്കുന്നത്. പലപ്പോഴും വെസ്റ്റേൺ ഗാട്സ് പോലെയുള്ള ഹോട്ട്സ്പോട്ടുകളെ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആയി പരിഗണിക്കുന്നു. അങ്ങനെ ഇന്ത്യയിൽ പ്രധാനമായും 4 വ്യത്യസ്തമായ ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. ഹിമാലയാസ്, ഇൻഡോ ബർമ റീജിയൻ, വെസ്റ്റേൺ ഗാട്സ് ആൻഡ് സുണ്ടാലാൻഡ്. നേരത്തെ പറഞ്ഞ സുണ്ടാലാൻഡ് എന്ന് പറയുന്നത് നിക്കോബാർ ഐലൻഡ്സിന്റെ ഭാഗമായി വരുന്ന ഹോട്ട്സ്പോട്ട് ആണെന്ന് പറഞ്ഞു. കേരളത്തിൽ ഉൾപ്പെടുന്ന ഹോട്ട്സ്പോട്ടാണ് വെസ്റ്റേൺ ഗാട്സ് എന്ന് പറഞ്ഞ് വെസ്റ്റേൺ ഗാട്സുകളെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി 20ാമത്തെ ചോദ്യം, റൈറ്റ് ഡൗൺ ദ സേലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഷോള ഫോറസ്റ്റ്. 2 മാർക്കിന്റെ ചോദ്യം. കേരളത്തിൽ കാണപ്പെടുന്ന, കേരളത്തിൽ തമിഴ്നാട്, ആന്ധ്ര പോലെയുള്ള, കർണാടക പോലെയുള്ള സംസ്ഥാനത്ത് കാണപ്പെടുന്ന ഒരുതരം ഫോറസ്റ്റ് ആണ് ഷോള ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഷോള വനങ്ങൾ എന്ന് വിളിക്കുന്നു. ദ വേൾഡ് ഷോള. ഷോള എന്ന വാക്ക് ഒരു തമിഴ് ഒറിജിനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വേർഡാണ്. ദ വേർഡ് ഷോള ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ തമിഴ് വേർഡ് ചോളൈ മീൻസ് ഗ്രോവ്. ഗ്രോവ് മീൻസ് ഷോർട്ട് ഫോംഡ് ട്രീസ്. വളരെ ഉയരമില്ലാത്ത ട്രീസിനെയാണ് ഗ്രോവ് എന്ന് പറയുന്നത്. ഗ്രോവ് എന്ന് പറയുന്ന മീനിങ് ഉള്ള ചോലൈ എന്ന തമിഴ് വാക്കിൽ നിന്നാണ് ഷോള എന്ന വേർഡ് ഡിറൈവ് ചെയ്തത്. ഷോള ഫോറസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് സഫിഷ്യന്റ് മോയിസ്ചർ ആൻഡ് പ്രോപ്പർ ഡ്രെയിനേജ് ആൻഡ് ഹാസ് ആൻ ആൾട്ടിറ്റ്യൂഡ് മോർ ദാൻ 1500 മീറ്റേഴ്സ്. 1500 മീറ്റർ കൂടുതൽ ആൾട്ടിറ്റ്യൂഡ് ഉള്ളതും മോയിസ്റ്റും പ്രോപ്പർ ഡ്രെയിനേജും ഉള്ള ഫോറസ്റ്റുകളെ പൊതുവെ ഷോള ഫോറസ്റ്റുകൾ എന്ന് വിളിക്കുന്നു. ഷോള ഫോറസ്റ്റിന് 2 പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവർഗ്രീൻ വെജിറ്റേഷൻ ആണ്. അതുപോലെ തന്നെ ഹയർ എലിവേഷൻ ഉള്ള ഹില്ലി റീജിയൻസ് ആണ് ഇത്തരം ഷോള ഫോറസ്റ്റുകൾ കാണപ്പെടുന്നത്. അങ്ങനെ 2 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് ഒരു ഷോള ഫോറസ്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നത്. ദ വെജിറ്റേഷൻ ദാറ്റ് ഗ്രോസ് ഇൻ ഷോള ഫോറസ്റ്റ് ഈസ് എവർഗ്രീൻ. ഷോള ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇൻ ദ ഹയർ എലിവേഷൻ ഹിൽ റീജിയൻസ്. 1500 മീറ്റർ കൂടുതൽ എലിവേഷൻ ഉള്ള ഹിൽ റീജിയൻസിലാണ് ഇത്തരം ഷോള വനങ്ങൾ കാണപ്പെടുന്നത്. നേരത്തെ പറഞ്ഞു കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശുകൾ പോലെയുള്ള സംസ്ഥാനത്താണ് ഇത്തരം ഷോള വനങ്ങൾ കാണപ്പെടുന്നത്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇത്തരം വനങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വനങ്ങളാണ്. പലപ്പോഴും വ്യത്യസ്തമായ ആവാസ വ്യവസ്ഥയാണ് ഇവിടെ കാണപ്പെടുന്നത്. ജൈവ വൈവിധ്യം വളരെ കൂടിയ വനങ്ങളാണ് ഷോള വനങ്ങൾ. The vegetation that grows in Shola forest is evergreen. നിത്യഹരിത വനങ്ങളാണ് ഇത്തരം വനങ്ങൾ. ഇനി 21ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ എനർജി ഫ്ലോ ഇൻ ആൻ എക്കോസിസ്റ്റം. 4 മാർക്കിന്റെ ചോദ്യം. The energy flow in ecosystem is one of the factors that support life. ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എനർജി ഫ്ലോ ആണ്. പലപ്പോഴും പ്രൊഡ്യൂസേഴ്സ് ഇന്ന് കൺസ്യൂമറിലോട്ട് എനർജി ഫ്ലോ നടക്കുന്നു. ദ എനർജി ഫ്ലോ ടേക്സ് പ്ലേസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു കൺസ്യൂമർ.
പലപ്പോഴും പ്രൊഡ്യൂസേഴ്സ് ഇന്ന് കൺസ്യൂമറിലോട്ട് എനർജി ഫ്ലോ നടക്കുന്നു. ഇത്തരം എനർജി ഫ്ലോയെ റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രത്തെ നമ്മൾ ഫുഡ് ചെയിൻ എന്ന് വിളിക്കുന്നു. ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് എനർജി ഫ്ലോ ദ പ്ലാന്റ്സ് പ്രൊഡ്യൂസസ് ഫുഡ് ആൻഡ് ദ ഫുഡ് ഈസ് ബീൻ യൂട്ടിലൈസ്ഡ് ബൈ കൺസ്യൂമേഴ്സ് ഫോർ ദെയർ സർവൈവൽ. പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് പലപ്പോഴും കൺസ്യൂമേഴ്സ് അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പലപ്പോഴും എക്കോസിസ്റ്റത്തിൽ വ്യത്യസ്തമായ ട്രോപ്പിക് ലെവൽസ് എക്സിസ്റ്റ് ചെയ്യുന്നു. എക്കോസിസ്റ്റത്തിലെ എനർജി ഫ്ലോ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡയഗ്രത്തെയാണ് ഫുഡ് ചെയിൻ എന്ന് വിളിക്കുന്നത്. ഫുഡ് ചെയിന്റെ കളക്ഷനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് വിളിക്കുന്നത്. The energy flow in ecosystem is one of the major factors that support the survival of a organism. ഓർഗാനിസം സർവൈവലിന് വേണ്ടി പലപ്പോഴും ഫുഡ് യൂട്ടിലൈസ് ചെയ്യുന്നു. ഫുഡ് ഉപയോഗിച്ച് എനർജി ലഭിക്കും. ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി ഈസ് സോളാർ എനർജി. യൂണിവേഴ്സിലെ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സൺ ആണ്. സൺ എനർജി ഡയറക്റ്റ് ആയിട്ട് ടാപ്പ് ചെയ്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസത്തെ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നു. പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് പലപ്പോഴും കൺസ്യൂമർ എക്സിസ്റ്റൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. കൺസ്യൂമറെ നമ്മൾ 4 വ്യത്യസ്ത ടൈപ്പുകളായി ക്ലാസിഫിക്കുന്നു. അതിൽ പ്രൈമറി കൺസ്യൂമേഴ്സ് ഉൾപ്പെടുന്നു, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഉൾപ്പെടുന്നു, ടെർഷറി കൺസ്യൂമേഴ്സ് ഉൾപ്പെടുന്നു, ക്വാട്ടർണറി കൺസ്യൂമേഴ്സ് ഉൾപ്പെടുന്നു. അങ്ങനെ പ്രൊഡ്യൂസേഴ്സിൽ തുടങ്ങി കൺസ്യൂമറിലോട്ട് എനർജി ഫ്ലോ നടക്കുന്നു. ദ എനർജി ഫ്ലോ ടേക്സ് പ്ലേസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു കൺസ്യൂമേഴ്സ്. പലപ്പോഴും പ്ലാന്റുകളെ ഡയറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന കൺസ്യൂമറിനെ നമ്മൾ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഹെർബിവോറസ് എന്ന് വിളിക്കുന്നു. ദ എനർജി സ്റ്റോർഡ് ഇൻ ദ പ്ലാന്റ്സ് ആർ പാസ്ഡ് ഓൺ ടു ദ പ്രൈമറി കൺസ്യൂമേഴ്സ്. പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി പ്രൈമറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഹെർബിവോറസ് കൺസ്യൂം ചെയ്യുന്നു. ഹെർബിവോറസിനെ കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമറിനെ നമ്മൾ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നു. ദ പ്രൊഡ്യൂസേഴ്സ് റെപ്രസെന്റ് ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ. ഒരു ഫുഡ് ചെയിനിൽ വ്യത്യസ്തമായ ലെവൽസ് ഉണ്ട്. അതിനെ നമ്മൾ ട്രോപ്പിക് ലെവൽ എന്ന് വിളിക്കുന്നു. പ്ലാന്റ്സ് ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഹെർബിവോറസ് റെപ്രസെന്റ്സ് സെക്കൻഡ് ട്രോപ്പിക് ലെവൽ അല്ലെങ്കിൽ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നു. സെക്കൻഡറി കൺസ്യൂമേഴ്സ് റെപ്രസെന്റ് തേർഡ് ട്രോപ്പിക് ലെവൽ ആൻഡ് ടെർഷറി കൺസ്യൂമേഴ്സ് റെപ്രസെന്റ് ലാസ്റ്റ് ലെവൽ. ഓരോരോ ലെവൽസ് ആയിട്ടാണ് ഈ എനർജി ഫ്ലോ ചെയ്യുന്നത്. ദ എനർജി ഇൻ ആൻ എക്കോസിസ്റ്റം ഫ്ലോസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു കൺസ്യൂമർ. പ്രൊഡ്യൂസേഴ്സിനും കൺസ്യൂമറിലോട്ടാണ് എനർജി ഫ്ലോ നടക്കുന്നത്. യൂണി ഡയറക്ഷൻ രൂപത്തിലാണ് എനർജി ഫ്ലോ നടക്കുന്നത്. ഒരു ആവാസ വ്യവസ്ഥയിലുള്ള ബയോട്ടിക് കമ്പൗണ്ട്സ് നമ്മൾ 3ആയി ക്ലാസിഫിക്കുന്നു കണ്ട്. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. അങ്ങനെ എനർജി ഫ്ലോ റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രമാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. The producers and consumers in an ecosystem are arranged as different tropical level or feeding level. ഒരു എക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന പ്രൊഡ്യൂസേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും വ്യത്യസ്ത രൂപത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ട്രോപ്പിക് ലെവൽ അല്ലെങ്കിൽ ഫീഡിംഗ് ലെവൽ എന്ന് വിളിക്കുന്നത്. അതിൽ പ്രൊഡ്യൂസേഴ്സ് ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ ഉൾപ്പെടുന്നു. ടെർഷറി കൺസ്യൂമേഴ്സ് ലാസ്റ്റ് ട്രോപ്പിക് ലെവൽ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ ട്രോപ്പിക് ലെവലിലും എനർജി ഫ്ലോ റെപ്രസെന്റ് ചെയ്യുന്നു, എനർജി ഫ്ലോ ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ആയി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.